ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് മകനേ മകളെ, നിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും തമ്പുരാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയൊരു സബ്ജക്റ്റാണ്, പക്ഷേ ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെടുന്നൊരു കാര്യമാണ്. നിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും തമ്പുരാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പലപ്പോഴും ഫോണിലൂടെ കാണുമ്പോഴൊക്കെ അച്ഛനോട് ചോദിക്കാറുള്ള കാര്യമാണ്, അച്ഛൻ ഞങ്ങൾ ഇത്രയും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ ഈ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം തരാത്തത്? ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മകനെ, അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ വേദനയും നിങ്ങളുടെ പ്രാർത്ഥനയും തമ്പുരാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നിനക്ക് തമ്പുരാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛൻ ഇത് പറയാൻ കാരണം ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ബൈബിളിലുള്ളൊരു സംഭവമാണ്. നമ്മൾ ഈ സംഭവം കാണുക 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ ഒരു സംഭവം കാണുകയാണ്. ഹെസക്കിയ രാജാവിനെ പറ്റിയാണ്. ഈ ഹെസക്കിയ രാജാവ് എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം രോഗബാധിതനായി മരണാസന്നനായി. ആ സമയത്ത് ദൈവം തൻ്റെ പ്രവാചകനായ എലീശായോട് പറഞ്ഞു, ഹെസക്കിയോട് പറയുക, നിൻ്റെ കുടുംബത്തെ നിൻ്റെ ഭവനത്തെ ക്രമീകരിക്കുക, നീ മരിക്കാറായിരിക്കുന്ന എല്ലാം നീ ക്രമീകരിക്കുക, എല്ലാം നീ കൃത്യമായിട്ട് നിർവഹിച്ച് വയ്ക്കുക. ഹല്ലേലൂയ. ഈ ദൂത് യെശയ്യാ ഹെസക്കിയ രാജാവിനെ അറിയിക്കുകയാണ്. ഹെസക്കിയ ഉടനെ തമ്പുരാനോട് പ്രാർത്ഥിക്കണം, ഇല്ലയോ തമ്പുരാനെ, ഞാൻ എത്ര നാൾ നിന്നോട് വിശ്വസ്ത പുലർത്തി, നീ എന്താണ് എന്നെ സഹായിക്കുന്നത്? ഉടനെ ആ കൊട്ടാര അങ്കണത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ പോകുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ അരുളപ്പാടുണ്ടായി, അല്ലയോ പ്രവാചക, നീ ഹെസക്കിയ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കാരണം ഹെസക്കിയ കണ്ണുനീരോടെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തമ്പുരാനോ അപ്പം തന്നെ ഹെസക്കിയായ്ക്ക് ഉത്തരം കൊടുക്കണം. ഈ വചനം കാണുക, 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാം തിരുവചനം. യെശയ്യാ പ്രവാചകൻ വഴി ദൈവം ഹെസക്കിയ രാജാവിന് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പറയുകയാണ്, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. തമ്പുരാൻ പറയുകയാണ് ഹെസക്കിയ രാജനോട്, ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിനക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുക, ഹെസക്കിയായ്ക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, അച്ഛന് പറയും ഒരു സംഭവമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിനക്ക് തമ്പുരാൻ നിശ്ചയിച്ച സമയത്ത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം അരുളും. ഹല്ലേലൂയ. യേശുവേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്നില്ലല്ലോ. നിരാശയിലേക്ക് പോകണ്ട. കൂടുതൽ തീക്ഷ്ണയോടെ പ്രാർത്ഥിക്കുക. തമ്പുരാനോട് വിധേയത്വം പുലർത്തി മുന്നോട്ട് പോവുക. തമ്പുരാനോട് മറുതലിക്കാതെ, ഉത്തരം കിട്ടാത്തപ്പോൾ മറുതലിച്ചു പോകാതെ, എൻ്റെ തമ്പുരാൻ എനിക്ക് ഉത്തരം തരും എന്ന ബോധ്യത്തോടു കൂടി വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക, ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട മകളെ, നിങ്ങൾ നിരാശയിലേക്കൊന്നും പോകരുത്. ബൈബിളിൽ പറഞ്ഞ ഒരു സംഭവമാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവച്ചത്. ഹെസക്കിയയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട സംഭവം യെശയ്യാ പ്രവാചകനിലൂടെ. ഹല്ലേലൂയ. നിൻ്റെയും ജീവിതത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.